ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണി മസാല ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, എങ്ങനെയാണ് റെസിപ്പി എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെ ഒരുപാട് ഐറ്റം വാങ്ങും കേട്ടോ. വാങ്ങിയിട്ട് നമ്മൾ ഈ ബിരിയാണി മസാല തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ കിട്ടുന്ന ഒരു പാക്കായിട്ട് കിട്ടും. അതെന്നാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. കുറച്ചധികം പൊടിച്ച് വെക്കും. അപ്പോൾ ഒരു 3 ജാതിപത്രി ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. 3-4 എടുക്കാം. ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. എന്തായാലും ഒരു 2-3 കിലോയിലേക്കുള്ള ഒരു പൊടിയുടെ അളവാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരു 3 ജാതിപത്രി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പട്ടയാണ് വേണ്ടത്. പട്ട അത്യാവശ്യം കനം കുറഞ്ഞത് നീളമുള്ളതൊരു 4-5 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുപ്പമുണ്ട്. ഞാൻ എൻ്റെ കൈ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബേ ലീഫാണ് വേണ്ടത്, നമ്മുടെ പട്ടയുടെ ഇല. അതൊരു 3 ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജാതിക്ക കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് ഇടില്ല കേട്ടോ. പൊട്ടിച്ചതിന് ശേഷം ഒരു പീസൊക്കെ ഞാൻ മാറ്റി വയ്ക്കും. പിന്നെ ഒരു തക്കോലം നിർബന്ധമല്ല, ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർക്കാം. ചേർത്തില്ലാച്ച കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഏലക്ക ഒരു 10-12 ഉണ്ട്. ഒരുപാട് ഇടരുത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഈ ഏലക്കയുടെ കുത്ത് ഭയങ്കരമായിട്ട് നമുക്ക് അത് വല്ലാണ്ടങ്ങ് ടേസ്റ്റിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ ആ അളവ് തന്നെ കറാമ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പൂവ്. അതൊരു 10-11-12 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകം ഒരു 3-4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാജീരകം, നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് കേട്ടോ സാജീരകം എന്ന് പറയുന്നത്. അതും ഒരു 3-4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കസ്കസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ വേണം കേട്ടോ. ഒരു വൈറ്റ് സാധനം ഉണ്ടല്ലോ നമ്മുടെ ഈ ചട്ടിപ്പത്തിരിയുടെ മുകളിലൊക്കെ ഇടുന്നത്, അതും കൂടെ ഇടുകയാണെങ്കിൽ നല്ലതാണ്. അതിപ്പോൾ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ച് നല്ല ഫൈനാക്കി ചിലവർ പൊടിച്ചെടുക്കും. ഞാൻ ഫൈനാക്കിയിട്ടല്ല, കുറച്ചൊന്ന് തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ ഞാൻ പൊടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതും കൂടെ പൊടിച്ച് എടുത്തിട്ടാണ് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിച്ചെടുത്തിട്ടില്ല, എന്നാലും ഒരു തരിതരിപ്പെണ്ണൻ്റെ ജാറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഇട്ടിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടെ അതിൽ കാണാനുണ്ട്. പെട്ടെന്നൊന്നും കേട് വരില്ല. ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു അളവിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു 3-4 തവണ ആയിട്ടൊക്കെ ബിരിയാണിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.